സുധീരേട്ടന് വേറെ രാഷ്ട്രീയമാണ്, എനിക്ക് വേറെ രാഷ്ട്രീയമാണ്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മൾ കലയിൽ ഒരിക്കലും രാഷ്ട്രീയം കൂട്ടി കുഴക്കാറില്ല. രാഷ്ട്രീയ വേദികളിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ വേറെ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. സിനിമ സീരിയൽ മേഖലയിലുള്ളവർക്ക് സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥി കൂടി ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അരുവിക്കരയിൽ വിവേക് ഗോപൻ മത്സരിക്കാനില്ല എന്നൊക്കെ ഉള്ളൊരു നിലപാടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എടുത്തത്. പിന്നീട് പാർട്ടി നിർബന്ധിച്ചപ്പോൾ അങ്ങ് മത്സരിക്കുകയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പാർട്ടിയിൽ സ്റ്റേറ്റിൻ്റെ ചുമതലയുള്ളൊരു വ്യക്തിയാണ്. അപ്പം പിന്നിൽ നിന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. കാരണം എല്ലാ മണ്ഡലത്തിലും ഇതൊക്കെ അനൗൺസ് ചെയ്തു. അപ്പം പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് പല വോട്ട് ഷെയറും കൂട്ടാനും പല മണ്ഡലങ്ങളിലെ വിജയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഈ സാധാരണ രാഷ്ട്രീയക്കാരുടെ മനസ്സിലുള്ളത് മുന്നിൽ നിൽക്കുക എന്നതാണ്. പിന്നിലേക്ക് പോവുക എന്നത് ചിന്തിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. അപ്പം മുന്നിൽ വേണ്ട പിന്നിൽ മതി എന്ന് ചിന്തിക്കുന്ന കാരണം അങ്ങനെ പിന്നിൽ മതി എന്നുള്ളതല്ല. ഈ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ മാക്സിമം നിയമസഭാ സീറ്റ്സ് പിടിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ മണ്ഡലങ്ങളിലും ഇറക്കിയിട്ടുള്ളത് അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് തന്നെയാണ്. ഇത്തവണ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇലക്ഷന് മുമ്പോട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു അവരുടെ ആ ഒരു വിജയക്കൊടി പാറിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൽ നിറവേറുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു കർത്തവ്യം. അപ്പോൾ അത് തീരുമാനിച്ചായിരുന്നു ഞാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാമെന്ന്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നമുക്ക് പഠിക്കാനും അറിയാനും കൂടെ പറ്റും എന്നുള്ള നിലയിലായിരുന്നു. കഴിഞ്ഞ തവണ വിവേക് ചവറയിലായിരുന്നു സ്ഥാനാർത്ഥി. അന്നത്തെ കുറേ അനുഭവ സമ്പത്ത് ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ആദ്യ മത്സരമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചവറയിൽ. 4000 വോട്ട് കൂട്ടാനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. അപ്പം ഞാൻ ആ 4000 വോട്ട് പിടിച്ചതിലാവണം അവിടുത്തെ മുൻ മന്ത്രിയും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻസ് കാൻഡിഡേറ്റും കൂടെയായിരുന്ന ഷിബു ബേബി ജോൺ, അദ്ദേഹത്തിന് 2ാം സ്ഥാനത്തേക്ക് പോയതും. അപ്പോൾ ആ ഒരു 4000 വോട്ട് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പഠിക്കാനും കൂടെ ഉള്ളൊരു അവസരം കൂടിയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും സമയമില്ലാത്തൊരു കാര്യം കൂടിയാണ്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും നമുക്ക് അധികം സമയം കൂടി ഇല്ലായിരുന്നു. അപ്പം തീർച്ചയായിട്ടും പിന്നിൽ നിന്ന് പ്രവർത്തിക്കാന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങിയ സമയത്തായിരുന്നു ഇങ്ങനൊരു അവസരം വീണ് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവോടുകൂടി തന്നെയാണ് മണ്ഡലത്തിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് BJP എത്തിയത്? വേരുകളുണ്ടോ BJP-യുമായി, ഫാമിലിക്കോ അങ്ങനെ മറ്റോ? BJP-യുടെ ഫാമിലിക്ക് അങ്ങനെ ഈ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തുള്ള വേരുകളൊന്നുമില്ല. പക്ഷേ പാർട്ടി അനുഭാവം വീട്ടിലെല്ലാവരും BJP-ക്കായിരുന്നു പണ്ട് മുതലേ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ തൃപ്രയാറിൽ നമ്മുടെ ഒരു സീരിയലിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു 2 വർഷത്തോളം അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ BJP-യുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന നാഗേഷ് ഏട്ടനെ പരിചയപ്പെടാനിടയായതും. നാഗേഷ് ഏട്ടൻ വഴിയാണ് BJP-യിലേക്ക് ഈ ഒഫീഷ്യലായിട്ട് അംഗത്വം എടുത്ത് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ ഇലക്ഷന് ഒരു 4 മാസം മുന്നേ ആയിരുന്നു മെമ്പർഷിപ്പിൻ്റെ അംഗത്വം എടുത്ത്. അത് K. സുരേന്ദ്രൻ ചേട്ടൻ വഴിയായിരുന്നു മെമ്പർഷിപ്പ് എടുത്തു. പിന്നെ അതിനുശേഷമാണ് ഇലക്ഷന് മത്സരിക്കുന്ന. അപ്പോഴും ഈ പറഞ്ഞൊരു അഭ്യൂഹങ്ങളായിരുന്നു മത്സരിക്കാൻ, വിവേക് ഗോപൻ ഇലക്ഷനെ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹങ്ങളും ന്യൂസുകളും കാര്യങ്ങളും ഒരുപാട് വന്നു. പക്ഷേ അപ്പോഴും ഞാനത് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ കലയും രാഷ്ട്രീയവും കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നത് ഒരു ട്രിപ്പീസ് കളിയാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഷൂട്ടിംഗ് വരുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് പോകാറുണ്ട്. പിന്നെ ഞാൻ കലയിൽ രാഷ്ട്രീയം ആ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രാഷ്ട്രീയം കൂട്ടി കുഴയ്ക്കാറില്ല. എടുക്കുന്ന പണിയോട് ആത്മാർത്ഥത പിന്നെ അവിടെ ഉള്ളവർ ഇപ്പോൾ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാനും താങ്കൾക്കും തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ അനുഭാവങ്ങളായിരിക്കും. അപ്പം നമ്മൾ അത് കലയിലോട്ട് പോകുമ്പോൾ നമ്മൾ കൂട്ടിക്കുഴയ്ക്കാറില്ല. ഈ സഹപ്രവർത്തകർ കൂട്ടിക്കഴിക്കാറുണ്ട്? സംഘവിളിയൊക്കെ ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ കലയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. കലാകാരന്മാരെല്ലാവരും ആ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ കലാകാരന്മാരെല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത്. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ കലയാണ് നമ്മുടെ രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ്. പിന്നെ എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവമുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇപ്പം തിരുവനന്തപുരം മത്സരിക്കുന്ന, ഇടതുപക്ഷത്തിൽ മത്സരിക്കുന്ന കരമന ജയൻചേട്ടനൊക്കെ നമ്മളെ സുധീരേട്ടനൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ സുധീരേട്ടനൊക്കെ കഴിഞ്ഞാൽ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്കും ഇലക്ഷൻ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുധീരേട്ടന് വേറെ രാഷ്ട്രീയമാണ്, എനിക്ക് വേറെ രാഷ്ട്രീയമാണ്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മൾ കലയിൽ ഒരിക്കലും രാഷ്ട്രീയം കൂട്ടി കുഴക്കാറില്ല. രാഷ്ട്രീയ വേദികളിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ വേറെ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. നോമിനേഷന്റെ അവസാന സെക്കൻഡിലാണ് നോമിനേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയത്. ഒരു ചെറിയ നെഞ്ചിടിപ്പ് അങ്ങനെ ഇല്ല. കാരണം ഒത്തിരി പ്രവർത്തകരും നമ്മളെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. എന്താ പറ്റിയേ?
വേറൊന്നുമില്ല, ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് നമ്മൾ വിട്ടുപോയി. അപ്പോൾ ആ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി താഴെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് പുറത്ത് പോയി എടുക്കേണ്ടി വന്നു. KCB ചതിച്ചാശാനല്ലേ? KCB ചില സമയങ്ങളിൽ ചതിക്കും. പക്ഷേ എല്ലാം ഈ പറഞ്ഞ പോലെ ഓരോന്നിനും അതിൻ്റെ സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിന് തന്നെ കറക്റ്റ് എത്താൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലോണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു.